കർത്തൃനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഓരോരോ ദിവസവും ഓരോ പ്രഭാതവും പുതിയ പുതിയ അനുഭവത്തോടുകൂടി കർത്താവ് നമ്മെ ഉണർത്തുകയാണ്. ഈ പ്രകാരം കർത്താവ് നമ്മെ ഉണർത്തുന്നത് നാം ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യന്റെ സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ സ്വപ്നക്കാരനായ യൗസേപ്പിനെ പറ്റി. സ്വപ്ന വ്യാഖ്യാതാവായ ജോസഫ്, പഴയ നിയമത്തിലെ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ ജോസഫ്, പൊത്തിഫറിന്റെ ഭാര്യ അവനിൽ അനുരക്തയായി അവനെ കയറിപ്പിടിക്കുവാൻ ചെല്ലുമ്പോൾ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളെക്കാൾ എനിക്കേറെ ഇഷ്ടം എൻ്റെ ദൈവത്തോടൊത്തുള്ള ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കയറിപ്പിടിക്കുവാൻ വന്ന സ്ത്രീയുടെ മുൻപില് തൻ്റെ പുറംകുപ്പായം ദൂരെറിയുകയാണ്. ഈ പുറംകുപ്പായം അവളെ ആകർഷിച്ച പലതുമായിരിക്കാം. അപ്പോൾ മനുഷ്യനെ ആകർഷിക്കുന്ന, വ്യക്തികളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് വരികിൽ അവയെല്ലാം ഊരി ദൂരെ എറിയുക. പൊത്തിഫറിന്റെ ഭാര്യയെ ഭ്രമിപ്പിച്ച ജോസഫിന്റെ വസ്ത്ര വേഷവിധാനം, അല്ലെങ്കിൽ ജോസഫിന്റെ ജീവിത ശൈലി, അവന്റെ സ്വഭാവ നൈർമല്യം, അതൊക്കെ അവളെ ഹഠാത് ആകർഷിച്ചു കാണും. പക്ഷേ അതൊക്കെ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ഉത്ഭൂതമായതാണ്. അതുകൊണ്ട് അവൾ പിടിച്ചപ്പോൾ അവളിലേക്ക് തൻ്റെ പഴയ മനുഷ്യനെ, അല്ലെങ്കിൽ പുറംകുപ്പായം, ഭൗതികമായ കാര്യങ്ങൾ, ഒരുവനെ ഭ്രമിപ്പിക്കുന്ന ഭൗതിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവൻ ഓടി രക്ഷപ്പെടുകയാണ്. തിന്മ നിൽക്കുന്നിടത്ത് നിൽക്കുവാൻ പാടില്ല. തിന്മ അരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നു എന്ന് കാണുന്നവൻ പലായനം ചെയ്യട്ടെ. ഒരു നന്മയുള്ള മനുഷ്യൻ അശുദ്ധിയിലേക്ക് കടന്നു പോകുവാൻ പാടില്ല. അവനെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെ, ഇടങ്ങളെയൊക്കെ അവൻ ഉപേക്ഷിച്ച് ആ വഴിയിൽ നിന്ന് അവൻ ഓടി ദൈവം കാണിച്ചു തരുന്ന വഴിയിലേക്ക് കടന്നു പോകണം. ഇതാണ് ജോസഫ് ചെയ്തത്. അവനുണ്ടാ കിട്ടാമായിരുന്ന ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവം തൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തമായി സർവവും ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നവൻ ജോസഫ്. ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നവനെ ലോകദൃഷ്ട്യാ പലരും കളിയാക്കുമെങ്കിലും അവന്റെ ഉയർച്ച വലുതായിരിക്കും. ദൈവം ജോസഫിനെ ഉയർത്തി. യാക്കോബിന്റെ മക്കളും യാക്കോബും പട്ടിണി കിടന്ന് മരിക്കാറായപ്പോൾ പലസ്തീനിൽ നിന്നല്ല, യഹൂദിയായിൽ നിന്ന് അവർ യാത്രയായി നെല്ലുകളും അല്ലെങ്കിൽ ധാന്യങ്ങളേറെയുള്ള ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക്. കാരണം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവർക്ക് നഷ്ടപ്പെട്ട സഹോദരന്മാർക്ക്, യാക്കോബിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ യാക്കോബിന് ജോസഫിന് നഷ്ടപ്പെട്ടിരുന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് പ്രസ്താവിച്ചു. ഇപ്പോൾ ജോസഫ് ഫറവോയുടെ ഭവനത്തിലെ, കൊട്ടാരത്തിലെ കാര്യവിചാരിപ്പുകാരൻ, അവിടുത്തെ പ്രധാന മേൽനോട്ടക്കാരൻ ജോസഫായി മാറി. ജോസഫിനെ ദൈവം ഉയർത്തി. സർവ മുട്ടുകളും ഈ 10 സഹോദരന്മാരും ജോസഫിനെ വന്ന് താണു വണങ്ങിയാണ് തങ്ങളുടെ നാട്ടിൽ ക്ഷാമമാണ്, രക്ഷിക്കണം എന്ന് വന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹിതാനുസരണം ജീവിക്കുന്നവനെ ദൈവം ഉയർത്തും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുകയാണ്. ജോസഫിനെ ദൈവം ഉയർത്തി. ഒരു ജനതയ്ക്ക് മുഴുവനും രക്ഷകനാക്കി ജോസഫിനെ ദൈവം ഉയർത്തി. യാക്കോബിനെ പോലെ പൂർവ്വപിതാവായ ജോസഫിനെ എല്ലാവരും ഓർക്കുന്നു. കാരണം ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയവൻ ഒരിക്കലും ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ
വിസ്മരിക്കപ്പെട്ടുകൂടാ. ദൈവഹിതം നിറവേറ്റുവാൻ അവിടുത്തെ ഹിതം ദൈവമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവത്തിന്റെ ഹിതം, എൻ്റെ ഹിതം ഒന്നുമല്ല, ഏതുമല്ല. ഇതാണ് ജോസഫ് പ്രാർത്ഥിച്ചത്. എൻ്റെ ഹിതം എനിക്കില്ല, ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. സ്വയം താഴ്ത്തുന്നവൻ, അല്ലെങ്കിൽ ദൈവഹിതം ആരായുന്നവന്റെ ഏറ്റവും വലിയ ഭാവം സ്വയം താഴ്ത്തുകയാണ്, തന്നെത്താൻ താഴ്ത്തുകയാണ്. അതാണ് നമ്മൾ അടുത്ത വ്യക്തിത്വത്തിൽ കണ്ടെത്തുവാൻ പോകുന്നത്. ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ, നീതിമാന ജോബിനെ പറ്റി ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെട്ട ജോബ്, അദ്ദേഹം എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്പമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.